നമസ്കാരം. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അഡിനോയിഡ്സ്. അഡിനോയിഡ്സിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന കുട്ടികളിൽ ഡോക്ടേഴ്സ് പലപ്പോഴും ഈ നേസൽ സ്പ്രേ ഒക്കെ 1-2 മാസമൊക്കെ കൊടുത്ത ശേഷം അതിലും ശരിയാവാതെ വരുമ്പോൾ സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ എന്താണ് അഡിനോയിഡ്സിന്റെ ഫംഗ്ഷൻ നമ്മുടെ ശരീരത്തിൽ എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗ്രന്ഥിയാണ് അഡിനോയിഡ്സ്. മൂക്കിന്റെ പുറകുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു നേസൽ എൻഡോസ്കോപ്പി വഴി മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടാണ് ഈ അഡിനോയിഡ്സ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നതും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതും. ഒരു 10 വയസ്സ് കഴിഞ്ഞ് ഇത് തനിയെ ചുരുങ്ങി പോകുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ്. അഡിനോയിഡ്സിന്റെ ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. മൂക്കടപ്പ്, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ. കുട്ടി വായ തുറന്ന് കിടക്കുക, കൂർക്കം വലിക്കുക, ശ്വാസം കിട്ടാൻ പ്രയാസം കാരണം ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ചെവിക്ക് റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ കുട്ടിയുടെ പല്ല് പൊന്തി വരിക, ഫേസിൽ അത് കാരണം വരുന്ന മൊത്തത്തിലുള്ള ചേഞ്ചസ്. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ കുട്ടികളിലും വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അഡിനോയിഡ്സ് ആണോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള റെക്കറൻ്റ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് തടയാനും അലർജി പോലത്തെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാനും അത് കാരണം വരുന്ന അഡിനോയിഡ്സ് വീക്കം ഒന്ന് നോർമലാക്കി കൊണ്ടുവരാനും ഇന്ന് നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സാധിക്കും. ഒരു 4-5 മാസം നമ്മൾ കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സർജറി തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അഡിനോയിഡ്സിൻ്റെ ഗ്രോത്തിനെ നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അഡിനോയിഡ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം.